ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ എന്ന് പറയുന്നത് സീസ് ഫയർ അല്ല, മറിച്ച് പോസ് ഫയർ ആണ് എന്ന് ഇന്ത്യയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ഇനി ഒരു ആക്രമണം ഇങ്ങോട്ടേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും ഇനി ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത്. അതായത് ഒരു രാജ്യങ്ങളുടെയും യാതൊരുവിധ മധ്യസ്ഥതയോ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ നിങ്ങൾ പോയി കാല് പിടിച്ചാലോ കാര്യമില്ല, ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ച് തകർത്തിരിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെല്ലാം വരുമ്പോഴും പാകിസ്ഥാൻ വ്യാജ രേഖകളെല്ലാം വെച്ച്, അതായത് ജനറേറ്റഡ് ആയിട്ടുള്ള രേഖകളും മറ്റും വെച്ച് നുണകളുടെ ഒരു ചീട്ടുകുട്ടാരം അവിടെ കെട്ടിപ്പൊക്കി പാർലമെന്റിൽ അടക്കം അത് പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ ആശ്വാസം അടയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ മെയ് 18 വരെ മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നാണ് മെയ് 18. ഈ മെയ് 18-ാം തീയതി ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കുമെന്നാണ് ഈ വിദേശകാര്യമന്ത്രി പറയുന്നത്. വിവരമില്ലാത്തത് കൊണ്ട് നാളെ പറഞ്ഞത് മാറ്റി പറയാനും മതി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി ഹോട്ട്ലൈനിൽ സംസാരിച്ചതായിട്ടാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ വ്യാഴാഴ്ച വൈകുന്നേരം അവകാശപ്പെട്ടത്. ഈ വിവരം നൽകിക്കൊണ്ട് വാസ്തവത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ മെയ് 18 വരെ തുടരും എന്നാണ് ഡാർ പറഞ്ഞിരിക്കുന്നത്. അതേ ദിവസം തന്നെ ഇരു രാജ്യങ്ങളിലെയും DGMOമാർ രണ്ടാം റൗണ്ട് ചർച്ചകൾ പുനരാരംഭിക്കും. ഇതോടെ മെയ് 7 മുതൽ തുടർച്ചയായി 4 ദിവസത്തെ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം മെയ് 10-ന് ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയതായും ഡാർ പറഞ്ഞു. ഇത് നേരിട്ടുള്ള സൈനിക നടപടി നിർത്തിവെച്ചു, അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്നുമാണ് ഡാർ പറയുന്നത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ 4 ഭീകര ക്യാമ്പുകൾ ഉൾപ്പെടെ പാക് അധീന കശ്മീരിലെ 5 ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു. മൊത്തം 9 ഭീകര ക്യാമ്പുകളിൽ 24 സ്ഥലത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ സാഹചര്യമാണ് അതിനുശേഷം ഉടലെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് മെയ് 18-ാം തീയതി വരെ മാത്രമാണ് വെടിനിർത്തൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.